ഹിജാബ് വിവാദത്തിൽ മുട്ടുകുത്തി ഇസ്ലാമിസ്റ്റുകൾ. സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന് വിദ്യാർത്ഥിനി അറിയിച്ചു. കുട്ടിയുടെ പിതാവ് മാനേജ്മെന്റിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഹിജാബ് ധരിക്കാതെ തിങ്കളാഴ്ച മുതൽ കുട്ടി സ്കൂളിൽ വരും. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ സംഭവം ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, നമ്മുടെ സമൂഹത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നതെന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും കുട്ടി ഇപ്പോൾ സ്കൂളിലെ നിയമാവലികൾ അനുസരിക്കാം, തിങ്കളാഴ്ച മുതൽ താൻ ഹിജാബ് ധരിക്കാതെ എത്താമെന്ന കുട്ടിയുടെ പിതാവ് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റ് കൂടുതൽ വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിനാണ് ഇന്ന് ഈ ഒരു സമവായ ചർച്ചയിലൂടെ പരിഹാരമായിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ഹിജാബ് ധരിച്ച് മാത്രമേ താൻ സ്കൂളിൽ വരുള്ളൂ എന്ന് കുട്ടി പിടിവാശി പിടിക്കുകയും അതിന് പിന്തുണ നൽകിക്കൊണ്ട് കുട്ടിയുടെ രക്ഷിതാക്കൾ രംഗത്ത് വരികയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അന്ന് സെന്റ് റീത്ത സ്കൂളിൽ, പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ആർട്സ് ഡേ ആയിരുന്നു. ആ ദിവസം കുട്ടി ഹിജാബ് ധരിച്ചു വന്നു. എന്നാൽ ഇത് അനുവദിക്കാൻ കഴിയില്ല. കാരണം ആ പരിപാടികൾക്കില്ലാത്ത, ആർട്സ് ഡേക്ക് ഇല്ലാത്ത കുട്ടികൾ യൂണിഫോമിൽ തന്നെ വരണമെന്ന നിർദ്ദേശം സ്കൂൾ അധികൃതർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് പാലിക്കണമെന്നും ഹിജാബ് ധരിച്ച് വരാൻ കഴിയില്ല എന്നും റീത്ത സ്കൂളിലെ അധ്യാപകർ കുട്ടിയെ അറിയിച്ചു. എന്നാൽ അത് വകവയ്ക്കാതെ അടുത്ത ദിവസവും ഹിജാബ് ധരിച്ച് വന്നു എന്ന് മാത്രമല്ല, പിന്നീട് പ്രശ്നങ്ങൾ വഷളായി. കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടുതൽ ആളുകൾ സ്കൂളിലേക്ക് എത്തുകയും ഹിജാബ് ധരിച്ചു വരാൻ അനുവദിച്ചില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വലിയ തോതിൽ അവിടെ ബഹളവും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കി, സംഘർഷ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി മടങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് വലിയ വിവാദവും ചർച്ചയുമായി. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹിജാബിന്റെ പേരിൽ സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും 2 ദിവസം അവധി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്കും എല്ലാം പോയത്. ഇതിനിടയിലാണ് ഇന്ന് ചർച്ച നടത്തിയത്. ഹൈബിയുടെ എംപിയും ഒപ്പം തന്നെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എല്ലാം മുൻകൈയെടുത്ത് ഉള്ള ചർച്ചകളാണ് നടത്തിയതെന്നാണ് ഹൈബിയുടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ പിതാവാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. മാനേജ്മെന്റിന്റെ പ്രതിനിധികളും സെന്റ് റീത്ത സ്കൂളിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. അവിടെ വെച്ചാണ് കുട്ടി സ്കൂളിൻ്റെ നിയമങ്ങൾ അനുസരിക്കാമെന്നും യൂണിഫോം പാലിക്കാമെന്നും, യൂണിഫോം കോഡ് പാലിക്കാമെന്നും ഹിജാബ് ധരിക്കാതെ തന്നെ എത്തിക്കോളാമെന്നുമുള്ള ഒരു ഉറപ്പ് കുട്ടിയുടെ പിതാവ് സ്കൂൾ അധികൃതർക്ക് നൽകിയത്. ഇതേ തുടർന്നാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. വലിയ തോതിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് ചർച്ചകൾക്ക് മുൻകൈ എടുത്തതെന്നും ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്നുമായിരുന്നു ഹൈബി ഈഡന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയായിരുന്നു അവിടെ പ്രശ്നങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് എല്ലാം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നത്. അങ്ങനെ വീണ്ടും ആ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാനും ആ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കാനും എല്ലാമുള്ള ശ്രമങ്ങൾ നടന്നു. അന്ന് തന്നെ ചില ദൃശ്യങ്ങൾ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം അവർ പ്രചരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇത്തരമൊരു തീരുമാനത്തോടു കൂടി ഹിജാബ് ധരിക്കാതെ തന്നെ വരാൻ തയ്യാറാണ് എന്നും കൂടുതൽ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അതുമൂലമുള്ള സംഘർഷ സാഹചര്യങ്ങൾക്കോ അയവ് വരുത്താവുന്ന അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ കുട്ടിയുടെ രക്ഷാകർത്താക്കൾ നൽകിയിരിക്കുന്നത്, കുട്ടിയുടെ പിതാവ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതെ തന്നെ ആ ഹിജാബ് വിഷയം അവസാനിച്ചിരിക്കുകയാണ്.